ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് ഒരു ഉച്ച കഴിഞ്ഞ് ഉച്ചരക്കായ സമയത്താണ് കേട്ടോ. അപ്പോൾ ഉച്ച വെയിലും കൊണ്ട് വല്ല മന്ദം മന്ദം ഒരാൾ വെയിലത്ത് കൂടെ ഇറങ്ങാൻ വേണ്ടിയാണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ആ വൈക്ക് വീണേനെ. അപ്പോൾ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ ബേസിനിൽ വെള്ളം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കളിക്കാൻ കേട്ടോ. ചെറിയൊരു മന്ദമാരുതനൊക്കെ തഴുകി തലോടി നിൽക്കുന്നുണ്ടെങ്കിലും അടുക്കത്തെ ചൂടാണ് കേട്ടോ. ഇപ്പൊ ചൂട് കാലമായല്ലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഓരോ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണേ. ഞാൻ 2 ദിവസം മുന്നേ വീഡിയോയിൽ കാണിച്ചപ്പോൾ അതിൽ പുഴുണ്ടായിനില്ലേ. ഞാനത് ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാണാതെയാണ് ഞാനത് മക്കൾക്കൊക്കെ കൊടുത്തത്. പിന്നീട് വീഡിയോയിൽ കമൻസ് ഒക്കെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാനതൊന്നും കൂടി പോയി ശ്രദ്ധിച്ചത്. പിന്നെ ഞാനത് കഴുകി വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ ഇന്ന് ഫുൾ വെയിൽ കൊണ്ട് ഉണങ്ങി ചൂട്ടായിന് കേട്ടോ. അപ്പം ഇനി അത് പാത്രത്തിലേക്കൊക്കെ മാറ്റി എടുത്ത് വെക്കട്ടെ. അപ്പം ഇനി നമ്മളെ ഈവനിങ് ചായക്കുള്ള പരിപാടി നോക്കാം. അപ്പോൾ ഇന്നലെ ഭൂരിക്ക് ഞാൻ മാവ് കുഴച്ച് വെച്ചതേ കുറച്ച് ബാക്കിയായപ്പോൾ അത് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അത് എടുത്തു വന്നിട്ട് ഇന്നിപ്പോൾ അതും കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് കുറച്ച് തേങ്ങ ഉണ്ട്. അപ്പോൾ എന്നാൽ ഇന്ന് പൂവട ഉണ്ടാക്കാം 4 മണിക്ക് എന്ന് വിചാരിച്ച് ഞാൻ. ആ മാവ് ചിലപ്പോൾ ഒരു 2 ദിവസം കൂടി ഫ്രിഡ്ജിൽ നിന്നാൽ പിന്നെ ഒന്നിനും പറ്റൂല കേട്ടോ. ഒരു സൈസ് പച്ച കളറൊക്കെ വന്നു കണ്ട് ആകെ നാശമായി പോകും. അപ്പോൾ വെറുതെ നാശമായി കളയും വേണ്ട. അപ്പോൾ ഇന്നൊന്ന് 4 മണിക്ക് ചായക്കടി അതന്നെയാണ് ആയിക്കോട്ടെ എന്ന് വെച്ച്. അപ്പോൾ അതാവുമ്പോൾ ഈ ഫ്രൈ ചെയ്ത ഐറ്റംസ് ഒന്നും അല്ലല്ലോ. കുറച്ചൊന്ന് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റൂലേ. തേങ്ങ ചിരവണ ഒച്ച കേട്ടാൽ പിന്നെ ആൾ ഇവിടെ എത്തും കേട്ടോ. എന്നിട്ട് പിന്നെ ഇതൊന്ന് ഒരിത്തിരി ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം അവനും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയെടുക്കാണ് കേട്ടോ ഓയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കട്ടെ. അജോയും ഒന്ന് ഉച്ച വരെ ഉള്ളതിന് കേട്ടോ ക്ലാസ്. ഇന്ന് പരീക്ഷ ആയതുകൊണ്ട് ഓന് ഉച്ചക്ക് വന്നിട്ടുണ്ടേനെ. എന്നിട്ട് പിന്നെ ഇവിടെ അതാ 2 ആളും ബ്രഷ് കൊണ്ട് ഇവിടെ പെയിന്റ് അടിച്ചാണേ. എന്തായാലും ഇത് നനച്ചു കൊടുക്കണം. അപ്പോൾ ബ്രഷ് കൊണ്ട് ഇത് നനച്ചു കൊടുക്കണേ. അപ്പോൾ ആ നനക്കാനൊരു പാട്ടിയിൽ വെള്ളം എടുത്ത് അതാ ഒരുത്തന്നെ അവിടെ ആറ്റി കുറുക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയിലും കൊണ്ട് മുറ്റം മുഴുവൻ തവാഫ് ചെയ്തിട്ട് അവിടെ കുടിച്ചിർത്തിയതാണ് കേട്ടോ. ഹസേനും മാജു എന്താ വെള്ളത്തിലെങ്കിലും കുറച്ച് നേരം ആറ്റി കുറുക്കിയിട്ട് അവിടെ കുത്തിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടേ. എന്നാലും ഒരു സ്ഥലത്ത് അടങ്ങിയിരുന്ന് ഇങ്ങനെ കളിച്ചണ എങ്ങനെയാ, കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി നീങ്ങി നമുക്ക് കളിച്ചണല്ലോ. അതാണ് ഇപ്പോൾ എൻ്റെ പരിപാടി കേട്ടോ. എന്നിട്ട് ഇനി വെല്ലം ഇങ്ങോട്ട് കാണാത്ത നേരത്തെ വെല്ലം ഇങ്ങോട്ട് എസ്കേപ്പ് ആവാലോ. അപ്പോൾ ഏതായാലും അവിടെ കളിച്ചിരിക്കല്ലേ. ഞാൻ എൻ്റെ ബാക്കി പണികൾ എടുക്കട്ടെ. അപ്പോൾ ശർക്കര ഉരുക്കിയത് ഞാനിതാ ഒരു ചട്ടിക്ക് വെച്ച് കൊടുക്കണ്ടേ. എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. തേങ്ങ കുറച്ചേ ഉള്ളതിന് ഇട്ടുണ്ടായിട്ടുള്ളതിനത്. അപ്പം പിന്നെ ഞാനൊരു ഏലക്കായ ചതച്ചെടുത്തിട്ടുണ്ടേന് അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ കുറച്ചേ ഉണ്ടായിട്ടുള്ളതിന്. അപ്പോൾ ഞാൻ കുറച്ച് ആവലും കൂടി ചേർത്ത് കൊടുക്കണേ. കുറച്ചൊന്ന് വേണമല്ലോ നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് അവലും കൂടി ചേർത്തിട്ട് ഇളക്കി ഇതാക്കി മിക്സ് ആക്കി എടുത്തിക്കണം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ടൊക്കെ വേണ്ടീനു ഫസ്റ്റ്. പക്ഷേ ഞാനത് മറന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അണ്ടിപ്പരിപ്പ് ഇനിയിപ്പോൾ അങ്ങനെ കടിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ. വറുത്തിടുമ്പോൾ ഒരിത്തിരി ടേസ്റ്റും കൂടി ഒന്ന് മുന്നിൽ നിൽക്കും എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പ് അങ്ങനെ അങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കാണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി. അപ്പോൾ അത്യാവശ്യം മധുരം കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ല ഇതാണ് കേട്ടോ. പിന്നെ നമ്മൾ തലേ ദിവസത്തെ മാവ് വെച്ചിട്ടാണ് കേട്ടോ ഫില്ലിങ്സ് റെഡിയാക്കണേ. അരിപ്പൊടി വെച്ചിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതും ടേസ്റ്റാണ്. ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കാം. രണ്ടും ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതാ പ്രസ്സിൽ വെച്ചിട്ട് ഒന്നമർത്തിയെടുത്തിട്ട് പിന്നെ ഇതിൻ്റെ അച്ചുണ്ട് കേട്ടോ. ആ പൂവടൻ്റെ ആ ഒരു പൂ പോലെ ഷേപ്പ് വരുന്ന ഒരച്ചുണ്ട്. ഇത് പണ്ടപ്പോഴോ ഞാൻ മിഠായി തെരുവിൽ പോയ സമയത്ത് പോയ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഉണ്ടാക്കുകയാണ്. ഇത് ഇനി വല്ലപ്പോഴൊക്കെ ഉള്ളൂ കേട്ടോ യൂസ് ഉണ്ടാവുക എന്നുള്ളൂ. പക്ഷെ കൈ കൊണ്ട് ഷേപ്പ് ചെയ്തെടുത്താലും മതി. പക്ഷെ നമുക്ക് അത്ര വലിയ ഷേപ്പൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ ഫസ്റ്റത്തത് പണി പാളിയും ചെയ്തേണ്.
അപ്പം ആ ഷേപ്പറില്ലേ അതിൻ്റെ ഉള്ളിൽ എണ്ണ തടവി കൊടുക്കണ്ടിനി. അത് ഞാൻ മറന്നു കേട്ടോ. അതുകൊണ്ട് ഫസ്റ്റത്തത് നമുക്ക് പൂവടല്ല ഒരു ബോളാക്കി എടുക്കുകയാണ് പിന്നെ ഞാൻ ചെയ്തത്. ആ ഫില്ലിങ്സ് വെച്ചിട്ട് പിന്നീട് അതൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ വെല്ലെ വെല്ലെ ഉരുട്ടി ഉരുട്ടി അതൊരു ബോൾ ഷേപ്പത്തിലാക്കി മാറ്റി അവിടെ വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ അടുത്തതിൽ നമ്മൾ ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ട് ഞാനതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറച്ച് നേരമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വൈകുന്നേരത്തെ ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്നത്. മിക്കവാറും ദിവസം 4 മണി ചായക്കടിയൊന്നും ഉണ്ടാക്കലില്ല കേട്ടോ. കാരണം ചില സമയമൊക്കെ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് കുളിയൊക്കെ കഴിയണ സമയം 3:30 4 മണിയാകും. അത് കഴിഞ്ഞ് വീണ്ടും അടുക്കളയിൽ കിടന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുമ്പോൾ മടി വരും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബേക്കറിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്നാക്സൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടങ്ങോട്ട് അഡ്ജസ്റ്റ് ആക്കും. അല്ലെങ്കിൽ രാവിലത്തെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഒരു തട്ടിക്കൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ പൂവട മുഴുവൻ ഷേപ്പ് ചെയ്ത് എടുത്തേക്കണം കേട്ടോ. പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കല്ല, ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഫ്രൈ ചെയ്യണേലേറെ നല്ലത് അതാണല്ലോ. അപ്പോൾ രണ്ടായാലും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കി തീരുന്നതിന് മുന്നേ തന്നെ ഞാൻ അതിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ തട്ടിൽ ഞാൻ ഒരു 5-6 എണ്ണമൊക്കെ ഇങ്ങനെ കൊള്ളും അത് വെച്ചിട്ട് ആദ്യം ആവി കയറ്റിയെടുത്തിട്ട് പിന്നെ സെക്കൻഡ് ട്രിപ്പ് ആവി കയറ്റിയെടുക്കാം എന്നാണ് കരുതിയത്. അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ ലാസ്റ്റ് ഒരു ഇത്തിരി മാവുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാനേ ചെല്ലേനും. അപ്പം അത് ഞാൻ അതിൻ്റെ ആ ഫില്ലിങ്സ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഇത്തിരി ബാക്കിയുണ്ടായിന് അതിൽക്കൂടെ കൂട്ടി വായിച്ച് അങ്ങനെ നമ്മളെ ചായ റെഡിയായി, കടിയും റെഡിയായി. അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. പിന്നെ നമ്മളെ ഉണ്ടയും റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചായ കുടിച്ചു. കുഞ്ഞുട്ടി പണി കഴിഞ്ഞ് വന്നിട്ടില്ല. കുട്ടീൻ്റെ കൈമലൊക്കെ ഗോതമ്പ് മാവാണ് കേട്ടോ. ഓളും സഹായിച്ചതിൻ്റെ ഇതാണ് കയ്യിലൊക്കെ കാണാനുള്ളത്. ജനമോനും അജിമോനൊക്കെ എന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഇത് കഴിക്കുന്നുണ്ട് കേട്ടോ. ജനമോൻ ഇതിൻ്റെ ഫില്ലിങ് അങ്ങനെ തോണ്ടി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചായ കുടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ സിനിമോൻ്റെ മീ ടൈമാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ ഇങ്ങനെ മിറ്റത്ത് കൂടി ഏരിയയിലൊക്കെ നടക്കണം. മറ്റേത് ആദ്യം എനിക്ക് ഈ സമയം എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി എഡിറ്റ് ചെയ്യണ സമയം കേട്ടോ. പക്ഷേ ഇപ്പം അത് നടപ്പിലാകത്തില്ല. ഇപ്പം സിനിമോൻ്റെ സമയമാണ്. ഈ സമയമായ ഓനും പുറത്തു കൂടെ ഇറങ്ങും. പിന്നെ വോയിസ് ഓവർ ഒന്നും ഓനെയും കൊണ്ട് പറ്റൂല കേട്ടോ. ഇപ്പം മിക്കവാറും വോയിസ് ഓവർ കൊടുക്കൽ രാവിലെ 4 മണിക്കൊക്കെ എണീച്ചിട്ടൊക്കെയാണ് കേട്ടോ. ആ സമയത്താകുമ്പോൾ എല്ലാവരും ഉറക്കാവുമല്ലോ. ആ സമയത്ത് നീച്ചിട്ടൊക്കെ നമ്മൾ എഡിറ്റിങ്ങിൻ്റെ ബാക്കിയൊക്കെ നടത്തലുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സ്വീകരണ സ്ഥലത്തുനിന്ന് പിന്നെ മറ്റേ സ്വീകരണ സ്ഥലത്തേക്ക് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ ഇവിടെ കുറേ കുട്ടികളൊക്കെ കളിച്ചിട്ടുണ്ടേനി. അത് കണ്ടപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അവനെ കണ്ടിട്ട് എല്ലാവരും മൂടി വന്ന് നിയമോളവിടെ വന്ന് കാണി കുട്ടിപ്പടഞ്ഞു കൂടൊക്കെ ചെയ്തു കേട്ടോ. നിങ്ങളിങ്ങോട്ട് ഇറങ്ങിക്കളി, അപ്പോൾ ഓനും ഇങ്ങോട്ട് ഇറങ്ങിക്കോളും. ചോനെ ഡി റോട്ട് കൊണ്ടോണ്ട, അവിടുന്ന് ഇങ്ങോട്ട് തന്നെ റിട്ടേൺ അടിച്ച് പോയിട്ടോ. അങ്ങനെ കുറച്ച് സമയമൊക്കെ മണ്ണിലുകളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ മേലൊക്കെ കേക്ക് അകത്ത് കയറ്റിക്കണം കേട്ടോ. അപ്പം ഇനി കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ട്. മടക്കി വെക്കലൊക്കെ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചിട്ട് കുറേ കാലമായില്ലേ. സാധാരണ രാവിലെ തുടങ്ങി ഒരു ഉച്ചയാകുമ്പോഴത്തേന് അവസാനിപ്പിക്കുന്ന വ്ളോഗാണല്ലോ അധികം നമ്മൾ ചെയ്യലില്ലേ. അപ്പോൾ ഡ്രസ്സൊക്കെ മടക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജനുമോന് ഇന്ത്യയൊക്കെ ഒന്ന് വലിച്ചിടാൻ വേണ്ടി വന്നതാണ്. അതിൽ ഓൻ്റെ ഡ്രസ്സ് ഓരോന്ന് മടക്കി വെച്ചാണ്ട് ഓനോട് പറഞ്ഞ കൊട്ടയിൽ കൊണ്ടേക്കെന്ന് പറഞ്ഞതാ. ഓനതാ കൊട്ടയിൽ ഇങ്ങോട്ട് വലിച്ചിട്ട് എനിക്ക് ഡബിൾ പണിയാക്കി തരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും മണ്ണൊക്കെ ഇറങ്ങി ഞാൻ വീണ്ടും മേലേക്കേണ്ടി വരും. അങ്ങനെ ഇപ്പച്ചി വന്നപ്പോൾ ഓൻ്റെ പതിവ് പരിപാടി തുടങ്ങി. ഇതുവരെ അന്നം വെള്ളമൊന്നും കാണാത്ത പോലെയാണ് ഇപ്പച്ചിനെ കണ്ടപ്പോൾ.
ഇന്നിപ്പോൾ കുഞ്ഞുട്ടി വന്നപ്പോൾ തന്നെ ചായ ഒന്ന് ചൂടാറിയിട്ടുണ്ടായിനി കേട്ടോ. അപ്പം ഞാനൊന്ന് ചായയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാൻ നിന്ന സമയം കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് രണ്ട് ഡയലോഗാ. എന്താ പോവും പറഞ്ഞത് എനിക്ക് തോന്നിയില്ല. പക്ഷെ പറഞ്ഞത് ഇപ്പച്ചി വന്നിട്ട് എത്ര നേരമായി, എന്നിട്ട് എനിക്ക് ചായ കൊടുക്കാനായില്ലേ എന്നൊക്കെ ആവും എന്ന് ഞാൻ ഊഹിച്ചെടുത്തു കേട്ടോ. ഓന് ഒരു ബേജാറാണ്, ഇപ്പച്ചിക്ക് ചായ കൊടുക്കൂലേ എന്നൊക്കെ ഉള്ളത്. ഇപ്പച്ചിക്ക് ചായ കൊടുത്താലല്ലേ ഓനും കൂടെ കൂടാൻ പറ്റുള്ളൂ, അതൊക്കെ വിചാരിച്ചിട്ടാവും. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇപ്പച്ചിയൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ മൂത്തച്ഛൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നപ്പോൾ അവിടെ വന്ന് കുറച്ച് നേരമൊക്കെ നിന്ന് ആ സമയത്ത് ഒരു സൈക്കിൾ കണ്ടപ്പോൾ അതിന്മേൽ കയറണം, അതിന്മേൽ ഇരിക്കണം എന്നൊക്കെ ഉള്ള ഓരോരോ മോഹം. അപ്പോൾ ആ മോഹമൊക്കെ നിറവേറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ സൈക്കിളിന്മേൽ ഇറങ്ങി സൈക്കിളിന്റെ ഓരോ ഭാഗങ്ങളും നിരീക്ഷണമായിട്ടോ. ഓരോ ഭാഗം എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഓരോരു കൗതുകം പോലെ അതൊക്കെ നിരീക്ഷിച്ച് കാണീന്. സൈക്കിൾ ഓന് കാണാത്തൊന്നുമല്ല, പക്ഷെ എന്നാലും ഓന്റെ ഒക്കെ ആ ഒരു ഭാഗത്ത് ചെറിയ സൈക്കിൾ കണ്ടപ്പോഴേ അതിന് ഭയങ്കര ഉന്തി കളിച്ചല്ലോ അങ്ങനെ കഴിഞ്ഞിട്ടോ. കുഞ്ഞുട്ടി അപ്പുറത്തെ ഭാഗത്ത് പിടിച്ചിക്കണ കേട്ടോ. ഇത്തിരി എണ്ണ ഒഴിച്ചാൽ നമ്മൾ മീൻ പൊരിക്കുന്ന മാതിരി നല്ല കഴിക്കാം. മുളക് മഞ്ഞളും കുറച്ച് മല്ലിപ്പൊടിയും അത് മാത്രം ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എന്തെങ്കിലും ഇട്ടുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇടല്. അപ്പൊ മൂത്തച്ഛൻ്റെ മരുമകള് വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്ന റെസിപ്പി പറഞ്ഞിരി എന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെ പറഞ്ഞു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഓള് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല എന്നർത്ഥം. അങ്ങനെ ഞങ്ങൾ പിന്നെ പെരിയിൽ വന്ന് ഞാനും കുഞ്ഞുട്ടിയൊക്കെ ഫുഡ് കഴിച്ചു കേട്ടോ. മക്കളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അവിടെ ബിരിയാണി ഉണ്ടെങ്കിൽ ഓല അതൊക്കെ കഴിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതാ പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കേട്ടോ. അപ്പോൾ 4 മണി തൊട്ടുള്ള പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഇങ്ങനെ കഴുകാൻ വേണ്ടിയൊക്കെ നിന്നപ്പോഴത്തേനാണ് എന്നാ പിന്നെ പോയി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എന്താ ഇഷ്ടംപോലെ പാത്രങ്ങൾ കഴുകാണ്ട്. അങ്ങനെ ഇഷ്ടംപോലെയുള്ള പാത്രങ്ങളൊക്കെ ടപ്പേന്ന് കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ആകെ അലമ്പായിട്ടുണ്ടായിരുന്നു ഗ്യാസൊക്കെ. അപ്പോൾ ഒക്കെ അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ പോയിട്ട് കിടന്നുറങ്ങണമെങ്കിൽ രാവിലെ ഈ വൈക്ക് ഇങ്ങനെ പോകുമ്പോൾ ഹാവൂ വല്ലാത്തൊരു സമാധാനീകാരം. അപ്പം എന്നാ ആ സമാധാനത്തിനുള്ള ബാക്കി അയക്കണേ. എന്നാ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായിക്കണമെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മടി മടി കാണിക്കരുത് കേട്ടോ. പിന്നെ വീഡിയോയുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒരൊറ്റ അടിയാണ് കൊടുത്താണ്. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.